കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രകടനമായി എത്തിയ എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിനിടെയാണ് 2 എസ്എഫ്ഐ പ്രവർത്തകർക്ക് വിരൽ മുറിഞ്ഞ് പരിക്കേറ്റത്. പിരിഞ്ഞു പോകാൻ വിസമ്മതിച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം എസ്എഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യക്കകത്ത് ഒരു പുതിയ വിദ്യാഭ്യാസ നയം കടന്നു വന്നിട്ടുള്ളത്. വിശാലമായ ചർച്ചകൾക്ക് വേദിയൊരുക്കാതെയാണ് കോവിഡിന്റെ മറപറ്റിക്കൊണ്ട് രാജ്യത്തിനകത്തുള്ള അനേകം ജനങ്ങളെ ബാധിക്കുന്ന, ഭൂരിപക്ഷ ജനതയെ ബാധിക്കുന്ന, പുതിയ തലമുറയെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ളത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ചട്ടമെന്ന് എസ്എഫ്ഐ ആരോപിച്ചു. UGC കരട് ചട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് എസ്എഫ്ഐ മാർച്ച് നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.